ഭൂമിയിലെ ഏറ്റവും വലിയ ദേവസംഗമം എന്നറിയപ്പെടുന്ന ആറാട്ടുപുഴ പൂരം ഇന്ന് 24 ദേവീ ദേവന്മാർ പങ്കെടുക്കുന്ന ദേവസംഗമത്തിൽ ആനച്ചന്തവും പൂരപ്പെരുമയും മേളപ്പെരുക്കവുമായി ആറാട്ടുപുഴ ഇന്ന് ഉത്സവ ലഹരിയിലലിയും. ആറാട്ടുപുഴ പൂരത്തിന് 30 മുക്കോടി ദേവഗണങ്ങൾ എത്തുമെന്നാണ് വിശ്വാസം. തൊട്ടിപ്പാൾ പകൽപൂരം കഴിഞ്ഞ് ആറാട്ടുപുഴ ശാസ്താവ് 4 മണിയോടെ ആറാട്ടുപുഴ ക്ഷേത്രത്തിൽ തിരിച്ചെത്തും. തുടർന്നുള്ള നിത്യപൂജകൾക്ക് ശേഷം 6:30-ഓടെ 15 ആനകളുടെ അകമ്പടിയോടെ പടിഞ്ഞാറേ നടയിൽ ശാസ്താവിന്റെ പൂരം ആരംഭിക്കും. പാമ്പാടി രാജൻ തിടമ്പേറ്റും. 250-ൽ പരം വാദ്യകലാകാരന്മാർ അണിനിരക്കുന്ന പഞ്ചാരിമേളത്തിന് പെരുവനം സതീശന്മാരാർ പ്രാമാണികത്വം വഹിക്കും. പഞ്ചാരിമേളം കൊട്ടിക്കലാശിച്ചാൽ തൃപ്രയാർ തേവർ കൈതവളപ്പിൽ എത്തിയിട്ടുണ്ടോ എന്ന് ആരായുന്ന ചടങ്ങിനായി 7 ആനകളുടെ അകമ്പടിയോടെ 7 കണ്ടം വരെ പോകും. മടക്കയാത്രയിൽ നിലപാടുതറയിൽ ഏവർക്കും ആതിഥ്യമരുളി ആറാട്ടുപുഴ ശാസ്താവ് നിലപാട് നിൽക്കും. ചാത്തക്കുടം ശാസ്താവിന്റെ പൂരത്തിനു ശേഷം എടക്കുന്നി ഭഗവതിയുടെ സാന്നിധ്യത്തിൽ ആറാട്ടുപുഴ ശാസ്താവ് ക്ഷേത്രത്തിലേക്ക് മടങ്ങും. തേവർ കൈതവളപ്പിലെത്തുന്നതുവരെ വിവിധ പൂരങ്ങൾ നടക്കും. രാത്രി 11-ഓടെ പഞ്ചാരിമേളത്തിന്റെ അകമ്പടിയോടെ തൊട്ടിപ്പാൾ ഭഗവതിയോടൊപ്പം ചാത്തക്കുടം ശാസ്താവിന്റെ എഴുന്നള്ളിപ്പാണ് ആദ്യം. ഈ സമയം തന്നെ നെട്ടിശ്ശേരി ശാസ്താവ് 5 ആനകളുടെ അകമ്പടിയോടും പാണ്ടിമേളത്തോടും കൂടി എഴുന്നള്ളും. 12-ഓടെ എടക്കുന്നി ഭഗവതിയുടെ പൂരം ആരംഭിക്കും. 1-ഓടെ അന്തിക്കാട് ചൂരക്കോട് ഭഗവതിമാരുടെ പൂരങ്ങൾ 6 ആനകളും പഞ്ചാരിമേളവുമായും എത്തും. ഈ സമയം തന്നെ പൂനിലാർക്കാവ്, കടുപ്പശ്ശേരി, പിഷാരിക്കൽ ഭഗവതിമാർ 5 ആനകളുടെയും പഞ്ചാരിമേളത്തിന്റെയും അകമ്പടിയോടെ എഴുന്നള്ളും. തുടർന്ന് തൃപ്രയാർ തേവരുടെ പൂരം കൈതവളപ്പിലെത്തും. പല്ലിശ്ശേരി സെന്റർ മുതൽ പൂരപ്പാടം വരെ 5 ആനകളും അവിടെ നിന്ന് കൈതവളപ്പ് വരെ 11 ആനകളും അകമ്പടിയാകും. ആദ്യം പഞ്ചവാദ്യവും തുടർന്ന് 21 ആനകൾ അണിനിരക്കുന്ന പാണ്ടിമേളവും നടക്കും. പാണ്ടിമേളം അവസാനിക്കുന്നതോടെ തേവരുടെ ഇടതുഭാഗത്ത് ചാത്തക്കുടം ശാസ്താവിനോടൊപ്പം ഊരകത്തമ്മയും വലതുഭാഗത്ത് ചേർപ്പ് ഭഗവതിയുമായി 70ഓളം ആനകൾ അണിനിരക്കുന്ന കൂട്ടിയെഴുന്നള്ളിപ്പ് നടക്കും. കൂട്ടിയെഴുന്നള്ളിപ്പ് അവസാനിച്ച് മന്ദാരം കടവിലെ ആറാട്ടിനു ശേഷം ഉപചാരം ചൊല്ലി പിരിയുന്നതോടെയാണ് ആറാട്ടുപുഴ പൂരത്തിന് സമാപനമാകുക. കേരള വിഷൻ ന്യൂസ്, തൃശൂർ.